ആപ്പിൾ ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് പലരും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പഴയ യൂസ്ഡ് മാക്ബുക്ക് എടുക്കണമെന്ന് താല്പര്യമുണ്ട്, ഏത് മാക്ബുക്ക് എടുക്കുന്നതാണ് നല്ലത്? ഇപ്പോൾ പലരും ഇപ്പോൾ പുതിയ മാക്ബുക്ക് എടുക്കണമെങ്കിൽ ഏകദേശം 1.5 ലാക്ക് വില വരുന്നുണ്ട് മാക്ബുക്ക് പ്രോയ്ക്ക്. എയറിന് അതിൽ കുറവാണ്. മാക്ബുക്ക് പ്രോ സീരീസ് എടുക്കണമെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപയോളം വില ഉണ്ടായതുകൊണ്ട് അപ്പോൾ പലർക്കും 1.5 ലക്ഷം രൂപ പുതിയത് കൊടുത്ത് പുതിയതെടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും പലരും, കൂടുതലും ഗ്രാഫിക്സ് ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ്, ബിഗിനേഴ്സ്, അവരൊക്കെ ചോദിക്കുന്ന അതാണ്, ഒരു പഴയ മാക്ബുക്ക് എടുക്കണം, ഏത് മാക്ബുക്ക് ആയിരിക്കും നല്ലത്, ഏത് സെലക്ട് ചെയ്യണം? അപ്പോൾ അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സീരിയസ് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു വീഡിയോയിലോ 2 വീഡിയോയിലോ നമുക്ക് എല്ലാ മോഡലുകളും പരിചയപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പരിചയപ്പെടുന്നത് 2012 മിഡ് തൊട്ടുള്ള മാക്ബുക്കുകൾ 1 by 1 ആയിട്ട് പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് 2012 മിഡ് A1278 13 ഇഞ്ച് മാക്ബുക്ക് പ്രോ CD ഡ്രൈവ് ഒക്കെ ഉള്ള ഒരു മോഡലാണ്. ഇതിനകത്ത് കാറ്റലീന വരെ സപ്പോർട്ട് ചെയ്യും. 10.15 വേർഷൻ കാറ്റലീന വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാറ്റലീന ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഇത് 2022 ആണ്, 2022 കാറ്റലീനയിൽ ഒട്ടുമിക്ക സോഫ്റ്റ്വെയർസൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ മാക്ബുക്കാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും, ഇതിൻ്റെ സർവീസ് ചെയ്യാനുള്ള സാധ്യതകൾ, ഇതിനുണ്ടാവുന്ന കംപ്ലൈൻറ്റുകൾ, ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെ എൻ്റെയർ കാര്യങ്ങളും കവർ ചെയ്തൊക്കെ രീതിയിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ഇതാണ് 13 ഇഞ്ച് സീരീസ് വരുന്ന A1278 എന്ന് പറയുന്ന മോഡൽ. A1278 കുറേയധികം മോഡലുണ്ട്. 2009 തൊട്ട് ആണെന്ന് തോന്നുന്നു A1278 എന്ന് പറയുന്ന മോഡൽ നമ്പറിൽ അവർ ലാപ്ടോപ്പ് മാക്ബുക്ക് ഇറങ്ങി തുടങ്ങുന്നത്. യൂണി ബോഡി, അതായത് അലൂമിനിയം ബോഡി വരുന്ന ഈ മോഡലിൽ ഇറങ്ങി തുടങ്ങിയത്. എന്നാൽ നമുക്ക് ഇപ്പം 2022 ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 2012 മിഡ് ആണെങ്കിലൊക്കെ മാത്രമേ നമുക്ക് 2012 മിഡിലെ നമുക്ക് കാറ്റലീനയൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ. 2011 2010 അതിന് മുമ്പുള്ള മോഡലുകളിലൊന്നും ലേറ്റസ്റ്റ്, അതായത് കാറ്റലീനെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം 10.50 എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ചൂസ് ചെയ്യുന്നവർ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള മാക്ബുക്ക് പ്രോയാണ് ഞാൻ ഈ പരിചയപ്പെടുന്നത്. ഇത് കഴിഞ്ഞിട്ട് പ്രൈസ് കൂടി വരും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മോഡലാണ് 2012 മിഡ് 1278 മാക്ബുക്ക് പ്രോ. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 13 ഇഞ്ച് സൈസിലാണ് ഡിസ്പ്ലേ വരുന്നത്. LCD പാനലാണ്. പുതിയ മാക്ബുക്കുകളെ അപേക്ഷിച്ചിട്ട് പാനലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ 2012 ഇറങ്ങിയ മാക്ബുക്കുകളിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മികച്ച ഡിസ്പ്ലേ ആണെന്ന് പറയാം. എന്നാൽ ലേറ്റസ്റ്റ് മോഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മികച്ച ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റില്ല. കാരണം ലേറ്റസ്റ്റ് മോഡലിൽ ഒരുപാട് ഹൈ റെസൊല്യൂഷൻ അല്ലെങ്കിൽ അത്രയും ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. ഇത് അത്രത്തോളം ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റില്ല. 13 ഇഞ്ച് സൈസിലുള്ള ഒരു LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ മോഡൽ 2 പ്രോസസ്സറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് i5 2.5 GHz i5 സീരീസിലുള്ള ഒരു പ്രോസസ്സറും, ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് 2.5 GHz കോർ i5 പ്രോസസ്സർ വെച്ചിട്ടുള്ള ലാപ്ടോപ്പാണ്. ഇത് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്തതാണ്. ഇതിപ്പോൾ ഇതിനകത്ത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഇട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്തതാണ്. ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നതും അപ്ഗ്രേഡ് ചെയ്യുന്നതും ഒക്കെ കാര്യങ്ങൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് കമ്പനിയിൽ നിന്ന് വരുന്നത് 2012 മോഡലുകളിലെല്ലാം കമ്പനിയിൽ നിന്ന് വരുന്നത് 4 GB റാമും 500 GB SSD ആണ് i5 സീരീസിൽ വരുന്നത്. i7 സീരീസിൽ എനിക്ക് തോന്നുന്നു 750 GB ഹാർഡ് ഡ്രൈവ് വെച്ചിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് 2 ടൈപ്പ് പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഒന്ന് 2.5 GHz i5ഉം 2.9 GHz i7 പ്രോസസ്സർ വെച്ചിട്ട് 2 പ്രോസസ്സർ സ്പെസിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. അതുപോലെ ഇതിൽ 2012 മോഡലിൽ 3rd ജനറേഷൻ പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. 3rd ജനറേഷൻ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് 3rd ജനറേഷൻ പ്രോസസ്സർ. ഇതിൽ മെമ്മറി വരുന്നത് 4 GB മെമ്മറിയാണ് ഇതിനകത്ത്
ഫാക്ടറിയിൽ നിന്ന് വരുന്ന സമയത്ത് ഫാക്ടറി ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത് 4 GB മെമ്മറിയാണ്. നമുക്കിത് 16 GB വരെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. മെമ്മറി അപ്ഗ്രേഡ് ചെയ്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇൻ്റൽ 4000 ഗ്രാഫിക്സിലാണ് ഇത് വരുന്നത്. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഇല്ല. മാക്ബുക്കിൻ്റെ 13 ഇഞ്ച് സൈസിൽ ഒരു മോഡലിലും 13 ഇഞ്ചിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗ്രാഫിക്സ് വരുന്നില്ല. ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് മാത്രമേ ഉള്ളൂ. ഇൻ്റലിൻ്റെ പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻ്റലിൻ്റെ ഗ്രാഫിക്സ് മാത്രമേ അതിൽ കാണുള്ളൂ. ഇതിനകത്ത് ഇൻ്റൽ HD 4000 ഗ്രാഫിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫേസ് ടൈം ക്യാമറ വന്നിട്ട് 720p വരുന്ന ഫേസ് ടൈം ക്യാമറയാണ് ഇതിനകത്തുള്ളത്. ഫേസ് ടൈം ക്യാമറയുടെ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള ഫേസ് ടൈം ക്യാമറയാണ് ഇതിനകത്തുള്ളത്. ഇതിൽ വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, ആപ്പിളിൻ്റെ മൗസ്, ആപ്പിളിൻ്റെ കീബോർഡ് എല്ലാം തന്നെ അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് ഇതിൽ വർക്ക് ചെയ്യും. എയർ ഡ്രോപ്പ് ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ആപ്പിൾ ഡിവൈസുകൾ തമ്മിൽ ഫയൽ ഷെയറിങ് വളരെ എളുപ്പമാണ് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ പോർട്ടുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ചാർജർ കണക്ട് ചെയ്യുന്ന പോർട്ടാണ്. ഇതിൽ 60 വാട്ട്സിൻ്റെ MagSafe 1 അഡാപ്റ്ററാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ മോഡലിൽ എതർനെറ്റ് പോർട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത് ലാൻ കേബിൾ കൊടുക്കാൻ നമുക്ക് ഇൻ്റർനെറ്റ് ലാൻ വഴി ആക്സസ് ചെയ്യാനുള്ള സൗകര്യം ഈ പോർട്ട് ഉണ്ടായതുകൊണ്ട് ലഭ്യമാണ്. ഈ കാണുന്നതാണ് FireWire പോർട്ട്. FireWire പോർട്ട് ഓഡിയോ എൻജിനീയേഴ്സിന് അല്ലെങ്കിൽ ഓഡിയോ പ്രൊഡക്ഷൻ സ്റ്റുഡിയോകൾക്കൊക്കെ അവരുടെ എക്യുപ്മെൻറ്റ്സുകൾ കണക്ട് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോർട്ടാണ് FireWire. ഇതിലൊരു Thunderbolt പോർട്ടുണ്ട്. ഇത് Thunderbolt 2.0 പോർട്ടാണ്. ഇത് മൾട്ടിപർപ്പസ് പോർട്ടാണ്. ഇത് നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഈ പോർട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ 2 USB പോർട്ടാണുള്ളത്. 2 പോർട്ടും USB 3.0 പോർട്ടാണ്. ഇതിൽ ഒരു SD കാർഡ് റീഡർ പോർട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാർഡ് ഡയറക്റ്റ് ലാപ്ടോപ്പിൽ ഇൻസർട്ട് ചെയ്ത് റീഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ് ഈ മോഡലിൻ്റെ. ഇതിൽ ഒരു ഹെഡ്ഫോൺ പോർട്ടുണ്ട്. അത് ഓഡിയോ ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഡിജിറ്റൽ ഓഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ്. ഇതിൽ ഐഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ് നമുക്ക് ഡയറക്റ്റ് ഇതിൽ ഉപയോഗിക്കാം. അതിൻ്റെ മൈക്ക്, ഹെഡ്ഫോണും എല്ലാം ഇതിൽ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഈ കാണുന്നത് അതിൻ്റെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററാണ്. ആ സൈഡിലെ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ ലെവൽ അറിയാൻ പറ്റും. അതിൽ 2012 മോഡലിലെല്ലാം തന്നെ CD ഡ്രൈവ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ ഒരു CD ഡ്രൈവ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കർ വിത്ത് ഒരു ചെറിയ സബ് വൂഫറും കൂടെയുള്ള ഒരു മോഡലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടും. പുതിയ മോഡലുമായിട്ട് കമ്പയർ ചെയ്യരുത്. ആ ഒരു കാലഘട്ടത്തിൽ 2012 മറ്റുള്ള മോഡലുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓഡിയോ സിസ്റ്റം തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻബിൽറ്റ് ആയിട്ട് തന്നെ മൈക്രോഫോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്ത് നമുക്ക് മൈക്രോഫോൺ പുറത്ത് തന്നെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് മൈക്രോഫോൺ ഇല്ലാതെ തന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് മൈക്രോഫോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡൽ മാക്ബുക്ക് നമുക്ക് ഹാർഡ് ഡ്രൈവ് അതേപോലെ തന്നെ റാം ഇതെല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ 2 റാം സ്ലോട്ടുള്ള മോഡലാണ്. അതുകൊണ്ട് ഒരു സ്ലോട്ടിൽ 8 GB വെച്ചിട്ട് നമുക്ക് 16 GB വരെ ഇതിനകത്ത് റാം അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഹാർഡ് ഡ്രൈവും നമുക്ക് ഇതിനകത്ത് SSD വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് 100% നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. പുതിയ മോഡലുകളിൽ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. 500 GB-യുടെ 1 TB-യുടെ ഒക്കെ SSD നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യും. ഇത് ഓൾറെഡി 500 GB വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള മോഡലാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ്സ് ഇതൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഇപ്പോഴും 2022 ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. 2022 ഇതിൻ്റെ 100% പാർട്സിന് അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പോഴും ഇത് മറ്റുള്ള മോഡലുകളെ അപേക്ഷിച്ച് വളരെ ചീപ്പായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണിത്. അപ്പോൾ ഈ മാക്ബുക്ക് ബിഗിനേഴ്സിന് മാക്ബുക്ക് ഉപയോഗിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു മാക്ബുക്ക് ഉപയോഗിച്ച് ശീലിക്കണം, അല്ലെങ്കിൽ macOS ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, വളരെ ചെറിയ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന, വളരെ ചെറിയ വില എന്ന് ഉദ്ദേശിക്കുമ്പോൾ മാക്കിൻ്റെ മറ്റുള്ള മോഡലുകളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ചെറിയ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ചെറിയ രീതിയിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് പർപ്പസുകൾക്കൊക്കെ ഇത് അത്ര എഫിഷ്യൻ്റ് അല്ല. 13 ഇഞ്ച് മോഡലുകൾ അല്ലെങ്കിൽ എല്ലാ മോഡലുകളും തന്നെ വീഡിയോ എഡിറ്റിങ്ങിന് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡലുകളല്ല. അതിലൊന്നും തന്നെ അഡീഷണൽ ഗ്രാഫിക്സ് ഇല്ല. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഫോട്ടോഷോപ്പ് അതേപോലെയുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മീഡിയം സോഫ്റ്റ്വെയർസൊക്കെ ഉപയോഗിക്കാനായിട്ട് വളരെ നല്ല ഒരു ലാപ്ടോപ്പാണിത്. ഇത് പ്രത്യേകിച്ച് 2012 മോഡലുകൾക്ക്
അങ്ങനെ എടുത്തു പറയത്തക്കുള്ള വലിയ ഫെയിലുകളൊന്നും തന്നെ ഇല്ല. സ്പീക്കറിൻ്റെ ചെറിയ ഇഷ്യൂസൊക്കെ കാലപ്പഴക്കം കൊണ്ടുവരുന്നുണ്ടെന്നല്ലാതെ വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും ഉള്ള ഒരു മാക്ബുക്ക് അല്ല ഇത്. ഇത് 1278 ഇൻസൈഡ് വ്യൂ ആണ്. ഇതിൽ 2.5 നോർമൽ സാറ്റ SSD ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ 2.5 എല്ലാ ലാപ്ടോപ്പുകൾ സാധാ ലാപ്ടോപ്പുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഹാർഡ് ഡ്രൈവും ഇതിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡ്രൈവും സെയിം ഡയമെൻഷൻ ഉള്ളതാണ്. അത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 2.5 ഏതൊരു ഹാർഡ് ഡ്രൈവും നമുക്കിതിൽ ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഇത് റിമൂവൽ ടൈപ്പ് ബാറ്ററിയാണ്. ഇതാണ് ഇതിൻ്റെ റാം സ്ലോട്ട്. ഇതാണ്. ഇവിടെ 2 റാം നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് മുകളിലും ഇതിന് അടിയിലായിട്ട് ഒരു റാമും ഉണ്ട്. അങ്ങനെ 2 റാം ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ 8 GB വെച്ചിട്ട് 2 റാം നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ CD ഡ്രൈവാണിത്. സെൽഫ് ലോഡിംഗ് ഡ്രൈവാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വൈഫൈ കാർഡാണ്. ഇതിൽ 3 സ്പീക്കറാണുള്ളത്. ഒരു ഊഫറും 2 സൈഡിലായിട്ട് 2 സ്റ്റീരിയോ സ്പീക്കേഴ്സുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഊഫർ ഇതിൻ്റെ ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ്. ഈ ഊഫറിൻ്റെ ഈ സൈഡിലുള്ള ഈ കോൺ പേപ്പർ കംപ്ലൈൻറ്റ് ദ്രവിച്ച് പൊടിഞ്ഞു പോയിട്ട് ഇത് നമ്മൾ സൗണ്ടിന് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇതിപ്പോൾ സ്പീക്കർ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു മോഡലാണ്. ഈ സ്പീക്കർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മാക്ബുക്ക് ബൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സൗണ്ട് മാക് OSൻ്റെ ബൂട്ടിംഗ് ടൈമിലുണ്ടാകുന്ന ആ ഒരു സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും അതൊരു ചിലമ്പിച്ച സൗണ്ടോടുകൂടി കേൾക്കുകയും ചെയ്യും. സെക്കൻഡ് ഹാൻഡ് മാക്ബുക്ക് വാങ്ങുന്നവർക്കും അല്ലെന്നുണ്ടെങ്കിൽ ഓരോ മോഡലിൻ്റെയും ഹാർഡ്വെയർ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പരിചയപ്പെടാൻ താല്പര്യപ്പെടുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് A1278 ഞാൻ പരിചയപ്പെടുന്നത്. അടുത്ത വീഡിയോയിൽ 1 by 1 ആയിട്ട് ഓരോ മോഡലുകൾ ഞാൻ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആപ്പിൾ ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.